ഗർഭകാലം പൊതുവെ 10 മാസമാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉം. കണ്ടിട്ടുള്ളതൊക്കെ. എന്നാല് ലോകത്തിലെ പലയിടങ്ങളിലും പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത്. 15 മാസ കാലയളവ് എടുത്തിട്ട് ഒരു കുഞ്ഞിനെയൊക്കെ പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാജിക്കൽ ഗർഭം. എന്താണ് ഈ മാജിക്കൽ ഗർഭം? സത്യത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിചിത്രമായി തോന്നും അല്ലേ. 10 മാസം എന്ന് പറയുമെങ്കിലും 9 മാസവും 9 ദിവസവും അതാണ് കണക്ക്. അതിൽ അതനുസരിച്ചാണ് കുറഞ്ഞിട്ടും 7 7 മാസത്തിലൊക്കെ മാസത്തില് പ്രസവിക്കുന്നവരുണ്ട്. ചില സാഹചര്യങ്ങൾ 7 മാസം 8.5 മാസത്തിലൊക്കെ 6.5 മാസം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കതിൽ വ്യക്തതയില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രസവിക്കുക ചില സാഹചര്യങ്ങൾ അനുസരിച്ചാണ്, ഡോക്ടർമാരുടെ ഇതൊക്കെ അനുസരിച്ച്. 10 മാസം നമ്മൾ പറയുന്നെങ്കിലും കറക്റ്റ് 10 മാസമൊന്നും അത് പോകാറില്ല. 9 മാസം 9 ദിവസമൊക്കെ ആകുമ്പോൾ പ്രസവം നടത്തും എന്നുള്ള കുഞ്ഞ് നമ്മുടെ അമ്മയുടെ വയറിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല. 15 മാസം, അതായത് ഒരു 10-ാം മാസം അല്ലെങ്കിൽ ഒരു ഗർഭിണിയാണെന്ന് അറിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ അമ്മ ഉറങ്ങും. പിന്നെ എണീക്കുന്നത് 15 മാസം കഴിയുമ്പോഴാണ്. അപ്പോൾ അടുത്ത് കുഞ്ഞുണ്ടാവും. ഇതാണ് മാജിക്കൽ ഗർഭം എന്ന് പറയുന്നത്. അപ്പോൾ 10 മാസമായി കഴിഞ്ഞാൽ അമ്മ ഉറങ്ങും. 10 മാസമായി കഴിയുമ്പോൾ അമ്മ ഉറങ്ങും. 10 എന്നല്ല, ചിലപ്പോൾ 6-7 മാസത്തിൽ അമ്മ ഉറങ്ങും. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഉണരുന്നത് 15-ാം മാസത്തിലോ ചിലപ്പോൾ 10-ാം മാസത്തിലോ ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞുണ്ടാവും. അതാണ് സംഭവം. നൈജീരിയയിലാണ് ഈ മാജിക്കൽ ഗർഭം നടക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനന നിരക്ക് വർധനവുള്ള നൈജീരിയയിൽ വിവാഹിതരായിട്ടും കുട്ടികളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വന്ധ്യതാ ക്ലിനിക്ക് അല്ല, ലോകത്ത് എവിടെയാണെങ്കിലും ഗൗതം, കുട്ടികളില്ലെങ്കിൽ പെണ്ണിനൊരു ഇപ്പോഴൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് ഒരു 2ാമത്തെ ദിവസം മുതൽ ചില വിവരമില്ലാത്ത അമ്മമ്മമാരും അമ്മായിയമ്മമാരും അല്ലെങ്കിൽ അമ്മായിമാരും ചോദിച്ചു തുടങ്ങും, വിശേഷം വല്ലതും ആയോ? നീ ഇല്ലേ ഒരു 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും ചോദിച്ചു തുടങ്ങും. ഒരു വർഷമൊക്കെ സമാധാനം കൊടുക്കത്തില്ല. വിശേഷമായോ. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അവർ തയ്യാറെടുത്തതിന് ശേഷം അവർക്ക് കുഞ്ഞു മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതിൽ ഇടപെടാനൊന്നും ആർക്കും അവകാശമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഒക്കെ ഇപ്പോഴും ഈ ചോദ്യം കേട്ട് മടുത്ത് കഴിയുമ്പോഴാണ് ചിലർ മാനസികമായി തയ്യാറെടുത്തില്ലെങ്കിൽ പോലും പ്രസവിച്ച് കളയാം എന്നങ്ങ് ചിന്തിക്കുന്നത്, ആ ലെവലിലേക്ക് പോകുന്നത്. ഇവിടെ നൈജീരിയയിലായാലും ലോകത്ത് എവിടെയാണെങ്കിലും സ്ത്രീകളുള്ളിടത്തെല്ലാം സംഭവം ഇങ്ങനെ തന്നെയാണ്. കുട്ടികളില്ലാത്ത സ്ത്രീകൾ അനുഭവിക്കുന്നത് ഒരേ പ്രശ്നം തന്നെയാണ്. ആർക്കാണ് തകരാറെന്ന് പോലും നോക്കാതെ എല്ലാത്തിനും കുറ്റക്കാരികളായി സ്ത്രീകളെ അങ്ങ് വിധിക്കപ്പെടും. ഇതോടെ നിയമാനുസൃതവും അല്ലാത്തതുമായ നിരവധി വന്ധ്യതാ ക്ലിനിക്കുകൾ നൈജീരിയയിൽ ഉയർന്നു വന്നു. ഇവിടെ നിന്നാണ് ഈ തട്ടിപ്പിൻ്റെ, ഈ 15 മാസം ഗർഭം എന്ന തട്ടിപ്പിൻ്റെ കഥ തുടങ്ങുന്നത്. മാജിക്കൽ ഗർഭധാരണം, ഇതാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഈ വാർത്ത ഒരുപാട് ഇങ്ങനെ പരന്നു. മാജിക്കൽ ഗർഭധാരണം എന്ന ഇങ്ങനെ നൈജീരിയയിൽ ഇത് വളരെ വലിയ രീതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിഞ്ഞ് BBC ഇതുമായി ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങി. BBC അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ വലിയൊരു രഹസ്യമാണ് തുറന്നു വന്നതെന്നുള്ളതാണ്. അതായത് BBC സംഘം ആദ്യം എത്തിയത് ഡോക്ടർ റൂത്ത് എന്ന സ്ത്രീ നടത്തുന്ന നൈജീരിയയിലെ ഒരു ക്ലിനിക്കിലാണ്. കുട്ടികളില്ലാത്ത ആർക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയവർക്ക് പോലും ഈ ഡോക്ടർ റൂത്ത് ഗർഭധാരണം നടത്തുന്നു എന്നുള്ളതാണ് BBC അമ്പരപ്പിച്ചത്. അതായത് നൈജീരിയയിലെ അനാംബ്ര സംസ്ഥാനത്താണ് ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ഈ ക്ലിനിക്കിലെ ചികിത്സയിലൂടെ കുട്ടികളെ ലഭിക്കുന്ന ദമ്പതികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഈ ക്ലിനിക്ക് അങ്ങ് ഫേമസ് ആയി. ആളുകളൊക്കെ കുട്ടികളില്ലാത്തവരൊക്കെ ഭർത്താവിൻ്റെയാണോ ഭാര്യയുടെയാണോ കുഴപ്പമൊന്നു പോലും നോക്കാതെ മറ്റ് ആശുപത്രികളിലൊന്നും പോകാതെ നേരെ ഈ ഡോക്ടർ റൂത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കുട്ടികൾ ഉണ്ടാവണമെന്ന തീവ്രമായ ആഗ്രഹവുമായി എത്തിയവർക്ക് 15 മാസം വരെയാണ് റൂത്ത് ഗർഭം നിർദ്ദേശിച്ചത്. ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് മാത്രം 17,000 രൂപയാണ് ഇവർ വാങ്ങുന്നത്. കാരണം ഒരു കുഞ്ഞുണ്ടാവാൻ നമ്മൾ എത്ര ലക്ഷം ചിലവാക്കാനും മടിയില്ലാത്ത സമൂഹമാണ്. ഇപ്പോൾ എവിടെയായാലും ഇത് തന്നെയാണ്. ഒരു ഇഞ്ചക്ഷൻ, കുടിക്കാനുള്ള മരുന്ന്, ജനനേന്ദ്രിയത്തിൽ വയ്ക്കാൻ ഒരു ഗുളിക, ഇത്രയുമാണ് ആദ്യം ഈ വരുന്ന സ്ത്രീകൾക്ക് റൂത്ത് നൽകുന്നത്. ഇതിനുശേഷം ഡോക്ടർ പറയുന്ന ഒരു ദിവസം ഗർഭിണിയാണോ എന്ന് ഉറപ്പിക്കാൻ ഈ ക്ലിനിക്കൽ വരികയും വേണം ഈ സ്ത്രീകൾ. ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ച് മരുന്ന് കുടിച്ച പല സ്ത്രീകൾക്ക് ശാരീരികമായ മാറ്റമുണ്ടായി. വയർ വലുതാകാൻ തുടങ്ങി. തുടർന്ന് ഇവർ ക്ലിനിക്കിലെത്തി ഡോക്ടറുടെ പരിശോധനയിൽ ഗർഭിണിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യും. അടുത്ത ഘട്ടം ഫീസ് അടയ്ക്കുകയും മറ്റ് ചില മരുന്നുകൾ എടുക്കുകയും വേണം. ഇതിൽ ഏറ്റവും പ്രധാനം
എന്തെന്ന് പറയുന്നത്, ഡോക്ടർ പ്രസവത്തിനായി ഒരു ദിവസം നിർദ്ദേശിക്കും, അന്നാണ് വരേണ്ടത്. ചിലപ്പോൾ അത് 10 മാസം, ചിലപ്പോൾ അത് 15 മാസം വരെ നീണ്ടുപോകും. അതായത് വിദ്യാഭ്യാസമൊക്കെ കുറവായ സ്ത്രീകളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ ഇവർ വിശ്വസിക്കും 15 മാസം വരെ എന്നൊക്കെ ഉള്ളത്. ഇനി ഡോക്ടർ വയ്ക്കുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത്, ഈ കാലയളവിൽ മറ്റ് പരിശോധനകൾക്കോ സ്കാനിങ്ങുകൾക്കോ നിങ്ങൾ പോകാൻ പാടില്ല എന്നൊരു നിബന്ധന വച്ചിട്ടാണ് ഈ ഡോക്ടർ റൂത്ത് അവരെ ചികിത്സിക്കാൻ തുടങ്ങുന്നത്. സംഭവിക്കുന്നതെല്ലാം അസ്വാഭാവികമായ കാര്യമാണെന്ന് പലർക്കും ബോധ്യമുണ്ടാവുമെങ്കിലും കുട്ടികളില്ലാത്തത് കുടുംബത്തിനകത്ത് വലിയൊരു ബുദ്ധിമുട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നത് കൊണ്ട് ഇവരൊക്കെ ഡോക്ടർ പറയുന്നത് അങ്ങ് അനുസരിക്കും. 15 മാസം 20 മാസമാണെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങ് പോകും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസം പ്രസവത്തിന് വരുമ്പോൾ മറ്റൊരു ഇഞ്ചക്ഷനും മരുന്നും നൽകും. ഇതോടെ ഗർഭിണികൾ മയക്കത്തിലേക്ക് പോകും. ഉറക്കം ഉണരുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞുണ്ടാകും. വയറിൽ സ്ട്രെച്ച് മാർക്കോ സിസേറിയൻ ചെയ്ത പോലുള്ള പാടും ഉണ്ടാകും. BBC-യുടെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ വലിയൊരു റാക്കറ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നില്ല. മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ലഭിക്കുന്നത് ഇവരുടെ കുട്ടികളുമല്ല. പകരം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവർ ദമ്പതികൾക്ക് നൽകുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ യഥാർത്ഥ കുഞ്ഞുങ്ങളുമല്ല. കുട്ടികളെ ലഭിക്കാൻ ലക്ഷങ്ങൾ ഇവർ ചികിത്സയ്ക്ക് വാങ്ങാറുമുണ്ട്, ഈ ദമ്പതികൾ കൊടുക്കാറുമുണ്ട് എന്നുള്ളതാണ്. BBC റിപ്പോർട്ടർമാരും ഇതുപോലെ ദമ്പതികൾ എന്ന വ്യാജേനയാണ് ഈ ഡോക്ടർ റൂത്തിൻ്റെ അടുത്ത് പോയത്. ആദ്യഘട്ടത്തിൽ മരുന്നും നിർദ്ദേശവും ഡോക്ടർമാർ ഇവർക്ക് നൽകി. എന്നാൽ ഇതവർ ഉപയോഗിച്ചില്ല. ഡോക്ടർ പറഞ്ഞ സമയത്ത് ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാൻ ക്ലിനിക്ക് എത്തുകയും ചെയ്തു. ആ സമയത്ത് സ്കാനിങ് പോലുള്ള ഉപകരണങ്ങൾ റിപ്പോർട്ടറുടെ വയറിൽ വച്ചെന്നും ഗർഭിണിയാണെന്ന് ഉറപ്പിച്ച് പ്രകടനം നടത്തിയ ഡോക്ടർ ഇവരോട് പ്രസവത്തിനും അതിൻ്റെ മുന്നോടിയായുള്ള പ്രത്യേക മരുന്നുകൾക്കും പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പണമടയ്ക്കാൻ സാവകാശം ചോദിച്ചതോടെ ഈ മരുന്നില്ലാതെ കുട്ടിക്ക് പൂർണ്ണ വളർച്ച ഉണ്ടാകില്ലെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ചുവന്ന തെരുവിൽ നിന്നാണ് ഏജന്റുകൾ പ്രധാനമായും കുട്ടികളെ കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇവിടെ ഗർഭിണിയാവുന്ന പെൺകുട്ടികളെ നോട്ടമിടുന്ന ഏജന്റുമാർ കുഞ്ഞിന് വില പറഞ്ഞുറപ്പിക്കും. ശേഷം ഗർഭിണികളെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റും. പ്രസവശേഷം പണമിടപാട് പൂർത്തിയാക്കി മാജിക്കൽ ഗർഭകേന്ദ്രത്തിലേക്ക് കുട്ടികളെ എത്തിക്കും. ഈ സമയം കണക്കാക്കിയായിരിക്കും തങ്ങളുടെ ഇടപാടുകൾക്കുള്ള പ്രസവ ദിനവും ഡോക്ടർ നൽകുന്നത്. നൈജീരിയയിൽ മാത്രമല്ല വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആളുകൾ ഇത്തരം മാജിക്കൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘത്തിന്റെ റാക്കറ്റിലുണ്ട് എന്ന് BBC പറയുന്നു. ഒരു കുഞ്ഞിനെ വിൽക്കാൻ തയ്യാറാവുന്നവർക്ക് 40,000-ഓളം രൂപ വരെ വാഗ്ദാനം ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ കുടുംബം നിലനിന്നു പോവാൻ കുഞ്ഞുങ്ങൾ അത്യാവശ്യമാണെന്ന് കരുതുന്നത് കൊണ്ടാകാം, സമ്മർദ്ദം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും പലരും അവർ നൽകുന്ന കുഞ്ഞുങ്ങളെയും സ്വീകരിക്കുന്നതായി പറയപ്പെടുന്നു. അതായത് പറ്റിക്കലാണ്, വലിയൊരു റാക്കറ്റ്. അതായത് ഈ ചുമന്ന തെരുവുകൾ എന്ന് പറയുമ്പോൾ റെഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ ഗർഭിണികളാകുന്നു. ആ ഗർഭം അവരാരുടെ എന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അത് പ്രസവിക്കാനുള്ളൊരു ദിവസം ഇവരിവിടെ അറിയിക്കുന്നു. ആ ദിവസം വരെ ഈ പ്രസവിക്കാൻ വരുന്ന സ്ത്രീകളെ ഡോക്ടർ പറഞ്ഞു നിർത്തുന്നു. എന്നിട്ടൊരു മരുന്ന് കൊടുക്കുന്നു, മയക്കുന്നു. ഉണരുമ്പോൾ തൊട്ടടുത്ത് കുഞ്ഞ്. പലർക്കും ഇതറിയാമെങ്കിൽ പോലും അവർ കുടുംബത്തിലേക്കുള്ള സമ്മർദ്ദം കണക്കിലെടുത്തുകൊണ്ട് അവരത് ഗർഭിണിയാണെന്ന് പറഞ്ഞാണല്ലോ അവരെ മയക്കുന്നത്. ഒരു വെള്ളം അവരുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയി? ഈ വയറ് വീർത്ത് വരാനുള്ള വല്ല മരുന്നുമായിരിക്കും കൊടുക്കുന്നത്. വയർ അമിതമായി വീർത്ത് വരാനുള്ള മരുന്നായിരിക്കും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയാണെന്ന് അറിയുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ, വയറിൽ കുഞ്ഞില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇവർ മറ്റ് ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ പോയി സ്കാനിങ് ചെയ്യരുത്, പരിശോധനകൾ നടത്തരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ വലിയൊരു നമ്മളൊന്നും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വലിയൊരു റാക്കറ്റാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ 40,000 രൂപയ്ക്ക് 50,000 രൂപയ്ക്ക് വിലപേശി കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു. എന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഏതോ റെഡ് സ്ട്രീറ്റിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ഇവർ സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കുന്നു. പക്ഷെ പലർക്കും അറിയാമെങ്കിലും കുടുംബത്തിലെ നൈജീരിയ എന്നൊക്കെ പറയുന്ന രാജ്യത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകും. സ്ത്രീകൾ അവിടെ കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകൾ ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകളെ മച്ചികൾ എന്ന് വിളിക്കുന്ന ഒരു രീതി പല നാട്ടിൻപുറങ്ങളിലും നിലനിന്ന് വരുന്നുണ്ട്. പല സന്തോഷകരമായ ആഘോഷവേളകളിലും ഈ മച്ചികൾ, അതായത് പ്രസവിക്കാത്ത സ്ത്രീകളെ കൊണ്ട് കുഞ്ഞുങ്ങളെ തൊടിയിപ്പിക്കാറില്ല. പല ആഘോഷങ്ങളിലും ഈ സ്ത്രീകളെ വിളിക്കാറില്ല. പ്രസവിച്ച സ്ത്രീകളുടെ അടുത്ത് ഈ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. അങ്ങനെ
സമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ വൃത്തികെട്ട രീതികളും പിന്നെ പെരുമാറ്റങ്ങളുമുണ്ട്. അതിൽ മനംനൊന്താണ് പലരും ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു ജനനനിരക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ജനനിരക്കാണ്. പോപ്പുലേഷനിൽ വളരെ വലിയൊരു രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന രാജ്യം. പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പം പോപ്പുലേഷൻ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത്, അവിടെ ജീവിക്കുന്ന ആളുകൾ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ റഷ്യയിൽ ഇപ്പോൾ പുടിൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പൊരു യുദ്ധം നടക്കുന്നത് കൊണ്ട് സമയമില്ല, കുട്ടികളെ ഉൽപാദനത്തിനായിട്ട് ഒരു പോളിസി അടക്കം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടുത്തെ ചൈൽഡ് റേറ്റ് വളരായിട്ട് കുറഞ്ഞു വരികയാണ്. അതുപോലെ ചൈന ഇതേ നടപടി ആദ്യം ഒരു കുട്ടി മതി എന്നുള്ളത് സ്വീകരിച്ചു ചൈനയിലെ നിലപാട്. പിന്നീട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് വീണ്ടും 2 കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോളിസിയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളില്ല ദമ്പതികൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ യുവാക്കൾക്കും യുവതികൾക്കൊന്നും ദാമ്പത്യത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതായത് നമ്മളതിന് ഇതിലിപ്പോ കുട്ടികൾ ഉണ്ടാക്കുക, കല്യാണം കഴിക്കുന്നത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളൊക്കെയുള്ള മുൻ ധാരണകളൊക്കെ മാറ്റി മറിഞ്ഞു. നമ്മൾ ഭാര്യയും ഭർത്താവും മാനസികമായി എപ്പോഴാണ് ഒരു കുഞ്ഞിനെ നോക്കാൻ തയ്യാറാകുന്നത്, എപ്പോഴാണ് അത് മാനസികമായി അതിലേക്ക് എത്തുന്നത്, ആ സമയത്ത് മാത്രമേ ഇപ്പോഴത്തെ തലമുറ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകുന്നുള്ളൂ. പണ്ടാണ് കല്യാണം കഴിക്കുന്നത് എന്തിനാ, കുട്ടി ഉണ്ടാവാൻ. ഈ ലെവലിലേക്ക് ഇപ്പം അതൊക്കെ മാറി. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നോക്കിയതിന് ശേഷം 5, 6, 7, 8 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണോ എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു വരെ തുടങ്ങുന്നത്. സമൂഹം ഒരുപാട് മാറി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലും ഇത്തരം രാജ്യങ്ങളിലുമൊക്കെ വലിയ പ്രശ്നമായി വരുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ.